ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ അക്കൗണ്ട്സ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ കുറിച്ചാണ് നമ്മൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള കുറേ സ്ഥാപനങ്ങളുടെ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതൊക്കെ അവരൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സുകൾ എന്തൊക്കെയാണ്, അതുപോലെ അവരുടെ ഓബ്ജക്റ്റ് എന്താണ്, അങ്ങനെ തുടങ്ങിയ കുറേ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ബേസിക് കോൺസെപ്റ്റിനകത്ത് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥാപനങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അപ്പം ഓർഗനൈസേഷൻസ്, നിങ്ങൾ കാണുന്ന ഓർഗനൈസേഷനുകളെ എയിമിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മോട്ടീവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ട് ഗ്രൂപ്പായി തിരിക്കാം. ഒന്ന്, നിങ്ങൾ കാണുന്ന പ്രോഫിറ്റ് മോട്ടീവ് ഓർഗനൈസേഷൻസ് ഒന്നും സർവീസ് മോട്ടീവ് ഓർഗനൈസേഷൻ എന്നും, ഇങ്ങനെ രണ്ട് ഗ്രൂപ്പായി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിലെ പ്രോഫിറ്റ് മോട്ടീവ് ഓർഗനൈസേഷൻ അത് നിങ്ങൾ പഠിച്ചതാണ്. പ്രോഫിറ്റ് മോട്ടീവ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, അവയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ട്രേഡിംഗ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ട് അവരെ ബിസിനസ് ഓർഗനൈസേഷൻ ഓർ ട്രേഡിംഗ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ പ്രോഫിറ്റ് മോട്ടീവ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കുന്നു? കാരണം ഇവ അവരുടെ പ്രധാന എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. മെയിൻ ഓബ്ജക്റ്റ് ഓഫ് ദീസ് ഓർഗനൈസേഷൻ, ബിസിനസ് ഓർഗനൈസേഷൻ, ഈസ് ടു മേക്ക് എ പ്രോഫിറ്റ്. ഇതാണ് അവരുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. അത് എക്സാമ്പിൾ, അത് എന്തൊക്കെ സ്ഥാപനങ്ങളാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ഒന്ന്, സോൾ ട്രേഡ് ബിസിനസ്. രണ്ട്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്. മൂന്ന്, കമ്പനി. അങ്ങനെ തുടങ്ങിയ സ്ഥാപനങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവയെല്ലാം പ്രോഫിറ്റ് മേക്കിംഗ് ആണ്, പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻസ് ആണ്. എന്നാൽ നിങ്ങൾ മറ്റു ചില സ്ഥാപനങ്ങളെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അവ എല്ലാം സർവീസ് മോട്ടീവിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അങ്ങനെ സർവീസ് മോട്ടീവ് ആയിട്ടുള്ള സ്ഥാപനങ്ങളെ വിളിക്കുന്ന പേരാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അഥവാ നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ അഥവാ NPO എന്ന് പറയുന്നത്. നോക്കൂ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരുടെ ഓബ്ജക്റ്റ്, പ്രവർത്തന ലക്ഷ്യം എന്ന് പറയുന്നത് സർവീസ് മോട്ടീവാണ്, നോട്ട് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്. അവരുടെ പേരിനകത്ത് പോലെ തന്നെ ഉണ്ട്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. നോട്ട് ഫോർ പ്രോഫിറ്റ്, പ്രോഫിറ്റിന് വേണ്ടിയല്ല. പിന്നെയോ, ടു പ്രൊവൈഡ് സർവീസ് ടു ദ സൊസൈറ്റി, ടു പ്രൊവൈഡ് സർവീസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. ഇതാണ് അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ദ മെയിൻ ഓബ്ജക്റ്റ്, അപ്പോൾ എങ്ങനെയുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, സർവീസ് മോട്ടീവായിട്ടുള്ള ഓർഗനൈസേഷൻസിനെ, മെമ്പേഴ്സിനെയും അതുപോലെ പബ്ലിക്കിനെയും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളെ, സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ നമുക്ക് ചുറ്റുപാടൊന്ന് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം. ആ എക്സാമ്പിൾ നോക്കൂ. ഒന്ന്, ക്ലബ്ബ്. നിങ്ങളുടെ നാട്ടിൽ കാണുന്ന പലതരത്തിലുള്ള ക്ലബ്ബുകളുണ്ട്. അതുപോലെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, സ്കൂളുണ്ട്, റിലീജിയസ് ഓർഗനൈസേഷൻ. ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നാട്ടിൽ കാണുന്ന ഓർഫനേജുകൾ, അതുപോലെ ഓൾഡ് ഏജ് ഹോമുകൾ, ഇവയൊക്കെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അതുപോലെ റിലീജിയസ് ഓർഗനൈസേഷൻ, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, അവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി ഓർഗനൈസേഷൻസുകളുണ്ട്. അത് ടെമ്പിൾസ് ആയിക്കോട്ടെ, അതുപോലെ പിന്നെ ചർച്ച ആയിക്കോട്ടെ, ഇവയൊക്കെ ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനകത്ത് വരുന്നതാണ്. ഇപ്പം ദേവസ്വം ബോർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ദേവസ്വം ബോർഡ് അത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണ്. അതുപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ നിരവധി പിന്നെ പ്രസ്ഥാനങ്ങളുണ്ട്, യൂത്ത് മൂവ്മെൻറ്റ് പ്രസ്ഥാനങ്ങൾ, ഇവയൊക്കെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണ്. അതുപോലെ വെൽഫെയർ സൊസൈറ്റി ഉണ്ട്, ട്രേഡ് യൂണിയൻസ്, ട്രേഡ് യൂണിയൻസ്, INTUC, CITU, BMS, AITUC തുടങ്ങിയ ട്രേഡ് യൂണിയൻസ്, ഇവയെല്ലാം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതുപോലെ വെൽഫെയർ സൊസൈറ്റീസ് ആൻഡ് സൊസൈറ്റീസ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ. നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്കാരത്തെയും വിവിധ കലകളെ ഒക്കെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് വിവിധ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് എക്സാമ്പിൾസാണ് കേരള ലളിതകലാ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, കേരള
ചലച്ചിത്ര അക്കാദമി തുടങ്ങിയവ, അതുപോലെ നമ്മുടെ നാട്ടിൽ കാണുന്ന വായനശാലകൾ, ഇവയൊക്കെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൻ്റെ എക്സാമ്പിളുകളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മീനിങ് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? ദ ഓർഗനൈസേഷൻസ് which are for providing service to its members and the public in general is called not for profit organization. ഈ ഓർഗനൈസേഷൻ, അതായത് ഈ ഓർഗനൈസേഷനുകളുടെ മെമ്പേഴ്സിനും അതുപോലെ പബ്ലിക്കിനും സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അഥവാ NPO എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: ക്ലബ്ബ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങിയവ. അപ്പം ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, അതിൻ്റെ മീനിങ് പറഞ്ഞു. രണ്ട്, അതിൻ്റെ ഓബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞു. അത് പ്രത്യേകം ഓർക്കുക. ഓബ്ജക്റ്റ് എന്താണ്? നോട്ട് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ് ബട്ട് പ്രൊവൈഡ് സർവീസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ദ പബ്ലിക് ഇൻ ജനറൽ, ദാറ്റ് ഈസ് ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. അത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇതിൻ്റെ പ്രവർത്തന ലക്ഷ്യം സർവീസ് മോട്ടീവാണ്, സൊസൈറ്റിയുടെ വെൽഫെയർ ആണ്, അല്ലാതെ ലാഭം ഉണ്ടാക്കുക അല്ല. ഇനി നമ്മൾ പറയുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, NPO അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, ഇവയുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സിനെ കുറിച്ചാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അത് പ്രോഫിറ്റ് മോട്ടീവ് ഓർഗനൈസേഷനും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തേ പറ്റും. അത് ലീഗൽ ഒബ്ലിഗേഷനാണ്. നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഈ സ്ഥാപനങ്ങൾ പ്രോഫിറ്റ് മോട്ടീവ് ആയാലും നോൺ പ്രോഫിറ്റ് മോട്ടീവ് ഓർഗനൈസേഷൻ ആയാലും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തേ പറ്റൂ. അപ്പോൾ ട്രയൽ ബാലൻസ് വരെ അവർ രണ്ടുപേരും, പ്രോഫിറ്റ് മോട്ടീവ് ഓർഗനൈസേഷനും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സുകൾ സെയിമാണ്. എന്നാൽ ഇവർ പ്രിപ്പയർ ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ടിനകത്ത് വ്യത്യാസമുണ്ട്. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ടിനകത്ത് എന്തെല്ലാം ഉൾപ്പെടും അത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചു. 1 ട്രേഡിംഗ് അക്കൗണ്ട്, 2 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, 3 ബാലൻസ് ഷീറ്റ്. എന്നാൽ നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ NPO പ്രിപ്പയർ ചെയ്യുന്ന അവരുടെ ഫൈനൽ അക്കൗണ്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. 1 റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, 2 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, 3 ബാലൻസ് ഷീറ്റ്. പ്രോഫിറ്റ് മോട്ടീവ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ട്സ് ഏതെല്ലാം? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ട് ഏതെല്ലാം? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇത് രണ്ടും, കാരണം ഇവരെ രണ്ടിൻ്റെയും ഓബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഒന്നിൻ്റെ ഓബ്ജക്റ്റ് നമ്മൾ വ്യക്തമാക്കി, പ്രോഫിറ്റ് മോട്ടീവാണ്. രണ്ടാമത്തെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഓബ്ജക്റ്റ് സർവീസ് മോട്ടീവാണ്. അതുകൊണ്ട് അവരുടെ ഫൈനൽ അക്കൗണ്ടിനകത്ത് പ്രധാനമായി നിലനിൽക്കുന്നത് 1 റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, 2 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, 3 ബാലൻസ് ഷീറ്റ്. അപ്പം ലീഗൽ ഒബ്ലിഗേഷൻ അനുസരിച്ച് പ്രോഫിറ്റ് മോട്ടീവ് ഓർഗനൈസേഷനും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തേ മതിയാകൂ. അത് അവരുടെ ഫൈനൽ അക്കൗണ്ട് എന്താണെന്നും നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഓർക്കുക, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ടുകൾ ഏതെല്ലാം, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതെല്ലാം എന്ന് ചോദിച്ചാൽ 1 റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്സ്, 2 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, 3 ബാലൻസ് ഷീറ്റ്. അതാണ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ഫൈനൽ അക്കൗണ്ട്. എന്നാൽ പ്രോഫിറ്റ് മോട്ടീവ് ഓർഗനൈസേഷൻ്റെയോ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. കാരണം അവരവിടെ നടത്തുന്നത് ബിസിനസ് ആക്ടിവിറ്റീസാണ്. ഇവരിവിടെ നടത്തുന്നത്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നടത്തുന്നത് വെൽഫെയർ ആക്ടിവിറ്റീസാണ്, സർവീസ് ആക്ടിവിറ്റീസാണ്, സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് വരുന്നില്ല? ട്രേഡിംഗ് അക്കൗണ്ട് വരുന്നില്ല. പകരം റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇപ്പോൾ നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മീനിങ്, അതിൻ്റെ ഓബ്ജക്റ്റ്,
അതുപോലെ അവരുടെ ഫൈനൽ അക്കൗണ്ട്സ്. ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്. അത് പറയുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം നമ്മൾ പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെയും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി. അവർ തമ്മിലുള്ള ചില ഡിഫറൻസ്, ബേസിക് ആയിട്ടുള്ള ചില ഡിഫറൻസ് ഉണ്ട്. ആ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസും കൂടിയാണ് നമ്മളിവിടെ പറയുന്നത്. അതിപ്പോൾ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് നിങ്ങൾക്ക് സ്വയം പറയാൻ പറ്റുന്ന 1-2 പോയിന്റുകളുണ്ട്. ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഫീച്ചേഴ്സ് എന്താണ് എന്ന് പറയാൻ പറ്റുന്നത്. ഒന്ന്, അവരുടെ ഓബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് പറയാം. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഓബ്ജക്റ്റ് നമ്മൾ വ്യക്തമാക്കിയിരുന്നു. എന്താണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്താണ്? പ്രോഫിറ്റ് മോട്ടീവാണ് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഓബ്ജക്റ്റ്. നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെയോ സർവീസ് മോട്ടീവാണ്. അപ്പം പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഓബ്ജക്റ്റ് പ്രോഫിറ്റ് മോട്ടീവ്, NPOയുടെ ഓബ്ജക്റ്റ് സർവീസ് മോട്ടീവ് ഓബ്ജക്റ്റിന്. മറ്റൊന്ന് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞു നിർത്തിയ, അത് വേണമെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പറയാം. തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. ഇവയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ നമ്മൾ 4ാമത്തെ പോയിൻ്റായി എഴുതിയിട്ടുണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. എന്താണ് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? നമ്മളത് ഫസ്റ്റ് ഇയറിലെ ഫൈനൽ അക്കൗണ്ടിനകത്ത് പഠിച്ചതാണ്. എന്താണ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെയോ നമ്മളിപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നത് അതാണ്. എന്താണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ NPOയുടെ 2 ഫീച്ചേഴ്സായി നമ്മൾ ബേസിക്കായി പഠിച്ചു കഴിഞ്ഞതാണ്. ഒന്ന് സർവീസ് മോട്ടീവാണ്, വെൽഫെയർ ഓഫ് ദ സൊസൈറ്റിയാണ്. 2, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇനി 3ാമത്തെ ഒരു ഫീച്ചേഴ്സ്, ഇതിൽ നമ്മൾ 2 കൊടുത്തിരിക്കുന്ന 3ാമത്തെ ഫീച്ചേഴ്സ് എന്താണ്? ഏത് സ്ഥാപനത്തിനും പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? റവന്യൂ വേണം. അത് NPO ആയിക്കോട്ടെ, പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ. റവന്യൂ ഇല്ലാതെ ഒരു സ്ഥാപനത്തിനും പ്രവർത്തിക്കാൻ കഴിയില്ല. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബൈ സെല്ലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ദാറ്റ് ഈസ് ബൈ മാനുഫാക്ചറിങ് ആൻഡ് ട്രേഡിംഗ് ആക്ടിവിറ്റീസിലൂടെയാണ് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അവരുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അവരുടെ ട്രേഡിംഗ് ഇല്ല, മാനുഫാക്ചറിങ് ഇല്ല. പകരം അവരുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻസ് ഫ്രം മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യുന്ന മാസവരി അല്ലെങ്കിൽ വാർഷിക വരിസംഖ്യ, അതുപോലെ ഡൊണേഷൻസ്, ലെഗസീസ്, ഗ്രാൻഡ് ഇൻ എയ്ഡ്, ഗവൺമെൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഗ്രാൻഡ് ഇൻ എയ്ഡ്, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ മാർഗങ്ങളിലൂടെയാണ് അവരുടെ ഇൻകം കണ്ടെത്തുന്നത്. നമ്മളിത് ഓരോ ടേമും നമ്മൾ വ്യക്തമായി നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് പഠിക്കും, ലെഗസി എന്താണെന്ന് പഠിക്കും. ഇതെല്ലാം നമ്മൾ വ്യക്തമായി പിന്നീട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഇവരുടെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാം, ഡൊണേഷൻ. പല വ്യക്തികളുടെ കയ്യിൽ നിന്നും സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടുന്ന ഡൊണേഷൻസ് ഉണ്ട്, അതുണ്ട്. അതുപോലെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻഡ് ഉണ്ട്. ഇപ്പോൾ വായനശാലയ്ക്കൊക്കെ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന വായനശാലയ്ക്കൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻഡ് ഉണ്ട്. അതെല്ലാം എന്താണ്? അതാണ് വായനശാലയുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഡൊണേഷൻ, ഗ്രാൻഡ് ഇൻ എയ്ഡ്, ലെഗസി, സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ്, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര, ഇതാണ് അവരുടെ സോഴ്സ്. അവിടെ എന്തില്ല? ട്രേഡിംഗ് ആക്ടിവിറ്റി ഇല്ല, സെല്ലിംഗ് ആക്ടിവിറ്റി ഇല്ല. പക്ഷേ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെയോ അവിടെ എന്തുണ്ട്? റവന്യൂ ഉണ്ട്, സെല്ലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇപ്പോൾ നമ്മൾ 3 ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, NPOയുടെ 3 ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് സർവീസ് മോട്ടീവ്, 2 അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, 3 ഇവരുടെ റവന്യൂ
ഇൻകം സോഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് സബ്സ്ക്രിപ്ഷനാണ്, 2 ഡൊണേഷൻ, ലെഗസി, ഗ്രാൻറ്റ് ഇൻ എയ്ഡ്, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര. നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും ചില ടൈം. അത് നമ്മൾ വ്യക്തമായി നമ്മൾ തൊട്ടടുത്ത് തന്നെ നമ്മൾ പരിചയപ്പെടും. സബ്സ്ക്രിപ്ഷനും ലെഗസിയും ഒക്കെ നമ്മൾ വ്യക്തമായി നമ്മൾ പരിചയപ്പെടും. ഇപ്പോൾ നിങ്ങൾ ആ ടൈം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി മറ്റൊരു ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റി എന്താണ്? ബിസിനസ് ആക്ടിവിറ്റിയാണ്. മാനുഫാക്ചറിങ് ആൻഡ് ട്രേഡിംഗ് ആക്ടിവിറ്റി അവരുടെ ബിസിനസ് ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് അവർക്ക് അവിടെ ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. ക്യാഷ് ട്രാൻസാക്ഷനുണ്ട്, ക്രെഡിറ്റ് ട്രാൻസാക്ഷനുണ്ട്. ബൈയിങ് ആൻഡ് സെല്ലിങ്, ക്യാഷും ഉണ്ട്, ക്രെഡിറ്റും ഉണ്ട്. എന്നാൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനകത്ത് ബിസിനസ് ആക്ടിവിറ്റി ഇല്ല, ട്രേഡിംഗ് ആക്ടിവിറ്റി ഇല്ല. അതുകൊണ്ട് അവിടെ നോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻ. അവിടെ എന്തില്ല? ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഇല്ല. അവിടെ ക്യാഷ് ട്രാൻസാക്ഷൻസ് മാത്രമേ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനകത്തുള്ളൂ. ഇനി മറ്റൊരു സ്ഥാപനം പ്രവർത്തിക്കണമെങ്കിലും ഫണ്ട് വേണം. ഫണ്ട് അത് പ്രോഫിറ്റ് ആണെങ്കിലും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും അത് പ്രവർത്തിക്കുന്നതിന് നമുക്ക് ഫണ്ടില്ലാതെ പ്രവർത്തിക്കാൻ പറ്റില്ല. പ്രോഫിറ്റ് ഓർഗനൈസേഷനകത്ത് ഈ ഫണ്ട് അറേഞ്ച് ചെയ്യുന്നത് ഓണേഴ്സാണ്. ആ ഓണേഴ്സ് അറേഞ്ച് ചെയ്യുന്ന ഫണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. എന്നാൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനകത്ത് അവിടെ ഓണേഴ്സ് ഇല്ല. ഇവിടെ ഫണ്ട് അറേഞ്ച് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റ് ആകാം, ഡൊണേഷൻസ് ആണ്. ഇതിലൂടെയാണ് നമുക്ക് അവിടെ ഫണ്ട് അറേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓണേഴ്സും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ എന്തില്ല? ക്യാപിറ്റൽ ഇല്ല. ക്യാപിറ്റൽ എന്നൊരു ടേം നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഗവൺമെൻറ് ഗ്രാൻറ്റിലൂടെയും പല വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും കയ്യിൽ നിന്ന് കിട്ടുന്ന ഡൊണേഷനിലൂടെയാണ് ഫണ്ട് കണ്ടെത്തുന്നത്. ഈ ഫണ്ടിനെ വിളിക്കുന്നത് ക്യാപിറ്റൽ ഫണ്ടാണ്. ഈ ഫണ്ടിനെ നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇപ്പം നമ്മൾ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെയും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെയും 5 ഡിഫറൻസ് അല്ലെങ്കിൽ 5 ഫീച്ചേഴ്സ് നമ്മൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഒന്ന് പറയാം നമുക്ക്. ഒന്ന് ഓബ്ജക്റ്റാണ്. NPOയുടെ ഓബ്ജക്റ്റ് സർവീസ് മോട്ടീവ്. 2 അവരുടെ സോഴ്സ് ഓഫ് ഇൻകത്തെക്കുറിച്ചാണ്. അതൊന്ന് സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ്, ഡൊണേഷൻ, ലെഗസി, ഗ്രാൻറ്റ് ഇൻ എയ്ഡ്, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര. 3 നോ ബിസിനസ് ആക്ടിവിറ്റി. ഇവിടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനകത്ത് എന്തില്ല? ബിസിനസ് ആക്ടിവിറ്റി ഇല്ല. പകരം ബിസിനസ് ആക്ടിവിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ നോ ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ്, ഉള്ളി ക്യാഷ് ട്രാൻസാക്ഷൻ. അത് മാത്രമേ ഇവിടെ ഉള്ളൂ. 4 അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇതാണ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ഇവരുടെ പ്രവർത്തന ഫണ്ട് എങ്ങനെ കിട്ടുന്നു എന്നാണ്. ആ പ്രവർത്തന ഫണ്ടിനെ എന്ത് പേരിട്ട് എവിടേക്ക് മാറ്റി വയ്ക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഇവരുടെ പ്രവർത്തന ഫണ്ട് ഒരിക്കലും അതിനെ നമ്മൾ ക്യാപിറ്റൽ എന്ന പേരിലല്ല വിളിക്കുന്നത്. ഇവരുടെ പ്രവർത്തന ഫണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻറ്റ്, മറ്റ് വ്യക്തികളുടെ കയ്യിൽ നിന്നും സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ഡൊണേഷൻസ്, ഇവയാണ് അവരുടെ പ്രവർത്തന ഫണ്ട്. ഇത് ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നൊരു പ്രത്യേക ഫണ്ട് അല്ലെങ്കിൽ ജനറൽ ഫണ്ട് എന്ന് പറയുന്നൊരു പ്രത്യേക ഫണ്ടിലേക്ക് മാറ്റി ക്രെഡിറ്റാണ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ഒരിക്കലും ക്യാപിറ്റൽ എന്ന് വിളിക്കാറില്ല. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ 5 ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള 5 ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ 6ാമത്തെ ഒരു പോയിന്റിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അവിടെ നമ്മൾ കഴിഞ്ഞ വർഷം അവരുടെ ഫൈനൽ അക്കൗണ്ട് നമ്മൾ പഠിച്ചു. അവരുടെ ഫൈനൽ അക്കൗണ്ടിനകത്ത് നമ്മൾ കണ്ടത് എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. എന്നാൽ ഈ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവ പ്രിപ്പയർ ചെയ്തപ്പോൾ നമ്മളവിടെ എന്താണ് ചെയ്തത്? അവിടെ അവരുടെ റവന്യൂ എക്സ്പെൻസും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് റവന്യൂ കൂടുതലാണെങ്കിൽ നമ്മളതിനെ പ്രോഫിറ്റ് എന്ന് വിളിച്ചു. അഥവാ എക്സ്പെൻസ് ആണ് കൂടുതലെങ്കിൽ അതിനെ നമ്മൾ ലോസ് എന്ന് വിളിച്ചു. അപ്പോൾ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ് ആർ കാൾഡ് പ്രോഫിറ്റ്, ഓർ എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ റവന്യൂ ഇസ് കാൾഡ് ലോസ് എന്ന് വിളിച്ചു. ഇത് രണ്ടും നമ്മൾ എന്താണ് ചെയ്തത്? അപ്പോൾ ബിസിനസ് നടത്തി പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിലും
നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റി ക്രെഡിറ്റ് ചെയ്യുന്നു. ബിസിനസ് നടത്തി ലോസാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റി ഡെബിറ്റ് ചെയ്യുന്നു. രണ്ടും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകുന്നു. ഒന്ന് ക്യാപിറ്റലിനെ ഇൻക്രീസ് ചെയ്യിക്കുന്നെങ്കിൽ, പ്രോഫിറ്റ് ക്യാപിറ്റലിനെ ഇൻക്രീസ് ചെയ്യിക്കുന്നെങ്കിൽ, ലോസ് ക്യാപിറ്റലിനെ ഡിക്രീസ് ചെയ്യിക്കുന്നു. അതാണ് പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ ഒരു പ്രത്യേക ഫീച്ചർ. എന്നാൽ NPOയിലേക്ക് വരുമ്പോൾ, നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ, അവിടെ നമ്മൾ റവന്യൂ എക്സ്പെൻസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയും ചിലപ്പോൾ സർപ്ലസ് ഉണ്ടാകാം, ഇവിടെയും മിച്ചം ഉണ്ടാകാം. ആ മിച്ചത്തിനെ നമ്മൾ ഒരിക്കലും പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നില്ല, പകരം സർപ്ലസ് എന്ന ടേമാണ് ഉപയോഗിക്കുന്നത്. എക്സസ് ഓഫ്. ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നു, എന്താണ് സർപ്ലസ്? 1 മാർക്കിന് ക്വസ്റ്റ്യൻ വരാം. എന്താണ് സർപ്ലസ്? എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ്. ഇൻകം കൂടുതൽ, റവന്യൂ കൂടുതലായി വരിക, എക്സ്പെൻസിനേക്കാൾ ഇൻകം കൂടുതലായി വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സർപ്ലസ്. ആ സർപ്ലസ് എന്ത് ചെയ്യുന്നു ക്വസ്റ്റ്യൻ വന്നേക്കാം. ആ സർപ്ലസ് നമ്മൾ എവിടേക്ക് മാറ്റുന്നു? ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ തിരിച്ചു തരാം, ചിലപ്പോൾ എക്സ്പെൻസ് ആണ് കൂടുതൽ വരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? എന്താണ് വിളിക്കുന്നത്? അതായത് ഇഫ് ദ എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ റവന്യൂ ഇറ്റ് ഈസ് കാൾഡ് ഡെഫിസിറ്റ്. നമ്മൾ ഒരിക്കലും അതിനെ എന്ത് വിളിക്കുന്നില്ല? ലോസ് എന്ന് വിളിക്കുന്നില്ല, പകരം ഡെഫിസിറ്റ് എന്നേ വിളിക്കും. ആ ഡെഫിസിറ്റ് എന്ത് ചെയ്യുന്നു ക്വസ്റ്റ്യൻ വരാം. അതെന്താണ് ചെയ്യുന്നത്? അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റി ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന 2 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ കണ്ടു. എന്താണ് സർപ്ലസ്, എന്താണ് ഡെഫിസിറ്റ്, സർപ്ലസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഡെഫിസിറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ആ സർപ്ലസ് എങ്ങോട്ടേക്ക് മാറ്റുന്നു, ഡെഫിസിറ്റ് എങ്ങോട്ടേക്ക് മാറ്റുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്താണ് സർപ്ലസ്? ഇഫ് റവന്യൂ ഈസ് മോർ ദാൻ എക്സ്പെൻസ് ദർ ഈസ് സർപ്ലസ്. എന്ത് ചെയ്യും? അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റി ക്രെഡിറ്റ് ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ടല്ല, ക്യാപിറ്റൽ ഫണ്ടിലേക്ക് മാറ്റി ക്രെഡിറ്റ് ചെയ്യും. എന്താണ് ഡെഫിസിറ്റ്? ഇഫ് ദർ ഈസ് എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ റവന്യൂ ദർ ഈസ് ഡെഫിസിറ്റ്. ഇതെന്ത് ചെയ്യും? ഇറ്റ് ഈസ് ഡെബിറ്റഡ് ഇൻ ദി ക്യാപിറ്റൽ ഫണ്ട്. ഡെബിറ്റഡ് ഇൻ ദി ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ സർപ്ലസ് എന്താണ്, ഡെഫിസിറ്റ് എന്താണ്? സർപ്ലസ് ഒരിക്കലും നമ്മൾ ഇവിടെ ഈ NPOയ്ക്കകത്ത് പ്രോഫിറ്റ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ സർവീസ് മോട്ടീവാണ്, ഇവിടെ ട്രേഡിംഗ് ആക്ടിവിറ്റി ഇല്ല. ട്രേഡിംഗ് ആക്ടിവിറ്റി ഉള്ളിടത്താണ് എന്തുള്ളത്? പ്രോഫിറ്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ ട്രേഡിംഗ് ആക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് ഒരിക്കലും നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നില്ല. പ്രോഫിറ്റിന് പകരം ഉപയോഗിക്കുന്ന ടേം സർപ്ലസ്, ലോസിന് പകരം ഉപയോഗിക്കുന്ന ടേം ഡെഫിസിറ്റ്. അത് പ്രത്യേകം ഓർക്കുക. എന്നാൽ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലോ സർപ്ലസിന് പകരം ഉപയോഗിക്കുന്ന ടേം പ്രോഫിറ്റ്, ഡെഫിസിറ്റിന് പകരം ഉപയോഗിക്കുന്ന ടേം ലോസ്. ഇനി മറ്റൊരു ഫീച്ചേഴ്സ് നമ്മൾ പറയുന്നു. ഇപ്പോൾ പറഞ്ഞു പ്രോഫിറ്റ് ഓർഗനൈസേഷനകത്ത് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്താണ് ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടതാണ്. പ്രോഫിറ്റ് എന്താ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ബിസിനസ്സിൻ്റെ റിവാർഡ് എന്താണ്? ഒരു ബിസിനസ് നടത്തുന്നതിൻ്റെ റിവാർഡ് എന്താണ്? പ്രോഫിറ്റാണ്. ആ പ്രോഫിറ്റ് ആർക്കുള്ള റിവാർഡാണ്? അതിൻ്റെ ഓണേഴ്സിനുള്ള റിവാർഡാണ്. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഓണേഴ്സ് എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. അപ്പോൾ ഇൻ ദി പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ദ പ്രോഫിറ്റ് ഈസ് ഷെയർഡ് ബൈ ഓണേഴ്സ്. എന്നാൽ ഇത് നമ്മൾ NPOയിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അവിടെ എന്ത് ഉപയോഗിക്കില്ല? പ്രോഫിറ്റ് എന്ന് പറയുന്ന ടേം ഉപയോഗിക്കില്ല, ലോസ് അതും ഉപയോഗിക്കില്ല. പകരം ഉപയോഗിക്കുന്ന ടേം എന്തൊക്കെയാണ്? സർപ്ലസും ഡെഫിസിറ്റും. അപ്പോൾ ഇവിടെ സർപ്ലസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ആരില്ല? ഓണേഴ്സ് ഇല്ല. അപ്പോൾ പിന്നെ ഈ സർപ്ലസ് എന്ത് ചെയ്യും? എന്താണ് ഈ സ്ഥാപനം എന്തിനാണ് പ്രവർത്തിക്കുന്നത്? സൊസൈറ്റിയുടെ സർവീസ് മോട്ടീവാണ്. അപ്പോൾ ഇതിൽ പ്രോഫിറ്റ്, ഇവിടെ വരുന്ന സർപ്ലസ് ഷെയർ ചെയ്യാനുള്ളതാണോ? അല്ല. അപ്പോൾ സർപ്ലസ് എന്ത് ചെയ്യുന്നില്ല? സർപ്ലസ് ഈസ് നോട്ട് ഷെയർഡ് ബൈ മെമ്പേഴ്സ്. ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ ഫണ്ട്. ഫോർ വാട്ട് പർപ്പസ്? ഫോർ the welfare of the society, for the service for providing service to the society. അതിനു വേണ്ടിയാണ്. അപ്പോൾ ഈ ഫണ്ട് ക്യാപിറ്റൽ ഫണ്ടിലേക്ക് മാറ്റിയിട്ടിട്ട് അത് സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതാണ് ഇവിടെ. അപ്പോൾ നമ്മൾ 7 ഫീച്ചേഴ്സ് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെയും NPO നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെയും 7 ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി വേണമെങ്കിൽ പറയാം. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്നത് ആരാണ്? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്നത് ആരാണ്?
അപ്പം നമ്മൾ ശരിക്കും നോക്കിയാൽ ഇനിയും നമുക്ക് നിരവധി ഫീച്ചേഴ്സ് പറയാം. നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് പറഞ്ഞത്. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്നത് ഓണേഴ്സ്. ഒരു സോൾ ട്രേഡ് ബിസിനസ് ആണെങ്കിൽ അത് ഓണർ പ്രിപ്പയർ ചെയ്യും, മാനേജ് ചെയ്യും. പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ അതിൻ്റെ ഓണേഴ്സ് പാർട്ട്നേഴ്സ് മാനേജ് ചെയ്യും. കമ്പനി ആണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മാനേജ് ചെയ്യും. എന്നാൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസോ അവിടെ മാനേജ് ചെയ്യുന്നത് ആരാണ്? എലക്റ്റഡ് മെമ്പേഴ്സാണ്. അവിടെ മെമ്പേഴ്സിൽ നിന്നും എലക്ട് ചെയ്യപ്പെടുന്ന ഒന്നുകിൽ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ്, അങ്ങനെ എലക്റ്റഡ് മെമ്പേഴ്സാണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് മാനേജ് ചെയ്യുന്നത്. അപ്പം അതിൽ നമ്മളിപ്പോൾ ബേസിക് ആയിട്ടുള്ള 7 ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സാണ് നമ്മളിവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 1 സർവീസ് മോട്ടീവ്, 2 അവരുടെ സോഴ്സ് ഓഫ് ഇൻകത്തെക്കുറിച്ചാണ്, സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ്, ഡൊണേഷൻ, ലെഗസീസ്, ഗ്രാന്റ് ഇൻ എയ്ഡ്, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര. 3 അവരുടെ ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് പറയുന്നത്. നോ ബിസിനസ് ആക്ടിവിറ്റിയാണ്. പിന്നെന്താണ്? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ബിസിനസ് ആക്ടിവിറ്റി ഇല്ലാത്ത എന്താണ് അതിൻ്റെ പ്രത്യേകത? എന്താണ്? അവിടെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഇല്ല. പിന്നെന്താണ്? ഉള്ളി ക്യാഷ് ട്രാൻസാക്ഷനാണ്. പിന്നെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അവിടെ എന്തൊക്കെയാണ്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. പിന്നെ പറയുന്നത് ഇവരുടെ പ്രവർത്തന ഫണ്ട് എവിടുന്നാണ്, ഇവരുടെ പ്രവർത്തന ഫണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്, ഇവരുടെ പ്രവർത്തന ഫണ്ട് എവിടുന്ന് വരുന്നു? ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻറ്റാണ്, വ്യക്തികളുടെ കയ്യിൽ നിന്നും സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്നും കിട്ടുന്ന ഡൊണേഷൻസാണ്. ഇവരുടെ പ്രവർത്തന ഫണ്ടിനെ നമ്മൾ ഒരിക്കലും എന്ത് വിളിക്കില്ല? ക്യാപിറ്റൽ എന്ന് വിളിക്കില്ല. പകരം എന്ത് പേരിട്ട് വിളിക്കുന്നു? ക്യാപിറ്റൽ ഫണ്ട്. ഇനി നമ്മൾ ക്യാപിറ്റൽ ഫണ്ടിനെ കുറിച്ച് ഒന്നുകൂടി പറയാനുണ്ട്. അത് നമുക്ക് പ്രത്യേകിച്ച് പറയാം. അത് 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ക്യാപിറ്റൽ ഫണ്ട്, വാട്ട് ഡു യു മീൻ ബൈ ദ ക്യാപിറ്റൽ ഫണ്ട്? നമ്മൾ പിന്നീട് പറയാം, ഒന്നുകൂടി വ്യക്തമാക്കി തരുന്നതായിരിക്കും. അപ്പം ഇപ്പോൾ നമ്മളതിൻ്റെ ഫീച്ചേഴ്സ് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ ഫണ്ട് എവിടെ നിന്ന് കിട്ടുന്നു എന്ന്, ആ ഫണ്ടിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് പറഞ്ഞത്? ക്യാപിറ്റൽ ഫണ്ട് ഓർ ജനറൽ ഫണ്ട് എന്ന് വിളിക്കുന്നു. പിന്നീട് ഇവർ നടത്തുന്ന ആക്ടിവിറ്റീസിലൂടെ കിട്ടുന്ന വിവിധ റവന്യൂസിലൂടെ ആക്ടിവിറ്റീസിലൂടെ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ സർപ്ലസ് ഉണ്ടാവും, അതിനെന്ത് പേരിട്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ അല്ലെങ്കിൽ സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ റവന്യൂ കൂടുതൽ വരികയാണെങ്കിൽ, എക്സ്പെൻസിനേക്കാളും റവന്യൂ കൂടുതൽ വരികയാണെങ്കിൽ സർപ്ലസ് എന്ന് വിളിക്കുന്നു. അതല്ല, റവന്യൂവിനേക്കാളും എക്സ്പെൻസാണ് കൂടുതൽ വരുന്നതെങ്കിൽ അതിനെ ഡെഫിസിറ്റ് എന്ന് വിളിക്കുന്നു. ഇത് രണ്ടും എന്ത് ചെയ്യുന്നു? ഒന്ന് ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ആഡ് ചെയ്ത് കാണിക്കുന്നു, ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുന്നു. 2 ക്യാപിറ്റൽ ഫണ്ടിൽ നിന്ന് ലെസ് ചെയ്ത് കാണിക്കുന്നു, ഡെബിറ്റ് ചെയ്ത് കാണിക്കുന്നു. പിന്നീട് ഇവിടെ ഉണ്ടാകുന്ന സർപ്ലസ് എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞത്? സർപ്ലസ് ഒരിക്കലും ഇതിലെ മെമ്പേഴ്സ് ഷെയർ ചെയ്യുന്നില്ല. അത് പ്രത്യേകം ക്യാപിറ്റൽ ഫണ്ടിലേക്ക് മാറ്റി, ജനറൽ ഫണ്ടിലേക്ക് മാറ്റിയിട്ട് സൊസൈറ്റിയുടെ സർവീസിന് വേണ്ടി തന്നെ ഉപയോഗിച്ച് തീർക്കുന്നു. അല്ലാതെ ഒരിക്കലും അവർ മെമ്പേഴ്സ് ഷെയർ ചെയ്യാൻ വേണ്ടിയല്ല ഇത് ഉപയോഗിക്കുന്നത്. താങ്ക് യു. ഇത് നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കി കാണും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ ഒരു പാർട്ടിൽ ഇത്രയുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളത് കേൾക്കുക. നിങ്ങൾക്കതിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കമൻറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ വിളിച്ച് ക്ലിയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനകത്ത്. നിങ്ങൾക്ക് ഞങ്ങൾ പ്രസിദ്ധീകരിച്ച ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനോടൊപ്പം ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. ചിലപ്പോൾ അവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകും. താങ്ക്സ് ഫോർ വാച്ചിങ്.